മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232 666. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ വ്യാപാര ദിനത്തോടനുബന്ധിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 50 വർഷക്കാലം വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മർച്ചന്റ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റ് മുൻ സെക്രട്ടറി KC ലൂയിസിനെയും വൈദ്യരത്നം ആയുർവേദ ഷോപ്പ് ഉടമയായിരുന്ന മോഹൻലാൽ നമ്പൂതിരിയെയും ആദരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ വിദേശ കുത്തകകളെ ബഹിഷ്കരിക്കണമെന്നും രാജ്യത്ത് എന്ത് ദുരന്തം വന്നാലും ആദ്യം സഹായവുമായി ഓടിയെത്തുന്നത് നാട്ടിലെ ചെറുകിട വ്യാപാരികളാണെന്നും വിദേശ കുത്തകയുടെ സഹായം ലഭിക്കാറില്ലെന്നും അജിത് കുമാർ മല്ലയ്യ പറഞ്ഞു. ഓൺലൈൻ കാര്യം കാണാൻ ഒരു സഹായമായിട്ട് ഏതെങ്കിലും വിദേശ കുട്ടികളെ കാണാനുണ്ട്, ഗൂഗിളിനെ കാണാനുണ്ട്, ഒരാളുമില്ല. ആകെയുള്ളത് ആരാ? നമ്മുടെ ചെറുകിട വ്യാപാരികൾ മാത്രമേ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞ് ബ്രിട്ടീഷുകാരെ ഓടിപ്പിച്ചാലും വിദേശികള് നമ്മുടെ സാമ്പത്തിക രംഗത്ത് ഇന്നും ആധിപത്യം പുലർത്തുന്നുണ്ട്. ഒരുപാട് ദിവസങ്ങൾ ഒരുപാട് സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയൊക്കെ ദിവസമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തില് വ്യാപാരികൾക്കും നമുക്കും നമ്മുടേതായ ഒരു ദിനമാണ്. ഈ ദിനത്തിന്റെ പ്രത്യേകത നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് ചെയ്യുവാനും അതിന് കൂടെ നിൽക്കുവാനും ചേർത്ത് പിടിക്കുവാനും ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നതിനും പറ്റിയ ഒരു ദിവസം തന്നെയാണ്. PS അബ്ദുൽ സലാം, എൽ തോപ്പോൾ, CA ശങ്കരൻകുട്ടി, KA മുഹമ്മദ്, CA ഷംസുദ്ദീൻ, BB ഫ്രാൻസിസ്, K ജയകുമാർ, KC ലൂയിസ്, മോഹൻലാൽ നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി നൽകുന്ന 3 ഏക്കർ ഭൂമി പുനരധിവാസ പദ്ധതിക്ക് വടക്കാഞ്ചേരി മർച്ചന്റ്സ് അസോസിയേഷൻ 2,11,011 രൂപയുടെ ചെക്ക് യൂണിറ്റ് ട്രഷറർ PS അബ്ദുൽ സലാം, വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യയ്ക്ക് കൈമാറി. സംഖ്യ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറുമെന്ന് അജിത് കുമാർ മല്ലയ്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.